പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം നമ്മുടെ രാജ്യം ഈ സമീപ കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിമാന ദുരന്തമായിരുന്നു അഹമ്മദാബാദിലെ വിമാന അപകടം, അല്ലെ? പലവിധമായ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എന്തായിരിക്കും അപകടത്തിനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് ആശങ്കകളും ചോദ്യചിഹ്നങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ അപകടത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപകട കാരണം എന്താണ് എന്ന് വെളിവാക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിമാനം പറന്നത് 32 സെക്കൻഡ് മാത്രമാണ്. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് ഈ വലിയ അപകടത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആനന്ദ് മോഹനോട് നമുക്കൊപ്പം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ആദ്യം നമുക്ക് ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം കണ്ടതിലും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വിമാന അപകടങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ട ഒരു അപകടമാണ് കഴിഞ്ഞുപോയത്. അതിൻ്റെ കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ഇതിൻ്റെ പ്രാഥമികമായ അന്വേഷണം സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് പോവുക അസാധ്യമാണ്. പക്ഷേ സേതു ചോദിച്ചതുപോലെ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഇത് വിമാനം റൺവേയിൽ നിന്ന് കുതിച്ച് ഉയർന്ന് വെറും 32 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുന്ന അല്ലെങ്കിൽ അതിൻ്റെ തകരാറുകൾ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മനസ്സിലാക്കുന്നു. ഫ്ലൈറ്റ് റെക്കോർഡറിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പുറത്ത് പറയാൻ കഴിയുന്ന വിധത്തിൽ ലഭ്യമാകുന്നത്. പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഫ്ലൈറ്റ് റെക്കോർഡറിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കുതിച്ചുയരുന്നതിന് വേണ്ടി ഫ്ലൈറ്റിന് ഊർജം പകരുന്ന ഇന്ധനം, ഈ ഇന്ധനം എഞ്ചിനിലേക്ക് എത്തുന്ന പ്രവർത്തനം നടക്കുന്ന സ്വിച്ചുകളാണ്. ഈ 2 സ്വിച്ചുകളും ഒരേ സമയം ഓഫ് ആകുന്നു എന്ന വളരെ ഗുരുതരമായ കണ്ടെത്തലാണ് പ്രാഥമികമായ റിപ്പോർട്ടിൽ AAIB, അതായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമികമായ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. ഈ 2 സ്വിച്ചുകളും എങ്ങനെ ഒരേ സമയം ഓഫായി എന്നതിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഈ സ്വിച്ച് ഓഫാക്കിയത് എന്തിന് എന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ താനല്ല അത് ഓഫ് ചെയ്തത് എന്ന മറുപടി സഹ പൈലറ്റിന് മറ്റേ പൈലറ്റ് കൊടുക്കുന്നുമുണ്ട്. ഇതാണ് ഈ വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിശകലനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്കും നമുക്കും നടത്താനാവുക. ഇതിൻ്റെ കൂടുതൽ സമഗ്രമായ അന്വേഷണങ്ങൾ നടന്നേ മതിയാകൂ. ഏതായാലും അട്ടിമറി സാധ്യതകൾ ഇല്ല എന്ന് പറയുന്നു. പ്രതികൂലമായ കാലാവസ്ഥ ഇല്ല എന്ന് പറയുന്നു. പക്ഷികളെ ഇടിച്ചിട്ടാണോ അപകടം ഉണ്ടായതെന്ന് ചോദ്യം ഉണ്ടായിരുന്നു, അതും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഏക ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഏക കണ്ടെത്തലായി നമുക്ക് മുന്നിലേക്ക് എത്തുന്ന വിഷയം ഇത് മാത്രമാണ്. ഇന്ധനം, അതായത് വിമാനത്തിന് കുതിച്ചുയരാൻ ആവശ്യമായ ഊർജം നൽകുന്ന ഇന്ധനം, ഈ ഇന്ധനത്തിൻ്റെ സോഴ്സിനെ നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും ഒരേ സമയത്ത് ഓഫ് ആകപ്പെട്ടു. ഈ ഓഫ് ആക്കിയത് എന്തിന് ഈ സ്വിച്ച് ഓഫ് ആക്കിയെന്ന ചോദ്യം ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നു. താനല്ല അത് ഓഫ് ആക്കിയതെന്ന് പൈലറ്റ് പറയുന്നു. അതിനുശേഷം അവർ വിമാനത്തിന്റെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനുള്ളിൽ നമുക്കറിയാം, ഈ അപകട സമയത്ത് സഹ പൈലറ്റാണ് വിമാനം പറത്തിയിരുന്നത്, അല്ലെ? അപ്പോൾ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് അനുസരിച്ച് ഈ ഒരു ചോദ്യം, ഇതിപ്പം ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത്, അതായത് ഈ വിമാനത്തിലേക്ക് ഇന്ധനം ഒഴുക്കുന്ന സ്വിച്ച്, അത് ആരാണ് ഓഫ് ചെയ്തതെന്ന് ഈ സംഭാഷണം ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആരോടാണ് ചോദിച്ചത് എന്നുള്ള കാര്യമൊക്കെ അതാണ്, അതിനെക്കുറിച്ചാണ് സേതു പറഞ്ഞത്. നമ്മളിപ്പോൾ കൃത്യം 1 മാസമാണ് ഇതിൻ്റെ ഈ അപകടം നടന്നിട്ട് വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഈ റിപ്പോർട്ട് AAIB സമർപ്പിച്ചു തരുന്നതാണ്. പക്ഷെ നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് ലഭ്യമാകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ സ്ഥിരീകരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഏത് പൈലറ്റ് പേരാണ് സേതു ചോദിച്ചതെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് സംസാരിക്കുന്ന ഫ്ലൈറ്റ് റെക്കോർഡറിലെ വിവരങ്ങളാണ്, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് സഹ പൈലറ്റിനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹ പൈലറ്റാണ് പറന്നുയർന്ന സമയത്ത് ഇത് നിയന്ത്രിക്കുന്നതെന്നും ആ പൈലറ്റാണ് മറ്റേ പൈലറ്റിനോട് എന്തിനാണ് ഈ ഇന്ധനം വരുന്ന പ്രധാനപ്പെട്ട സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് താനല്ല അത് ഓഫ് ആക്കിയതെന്ന് പറയുന്നത്. പക്ഷേ ഈ 2 സ്വിച്ചുകളും എങ്ങനെ ഒരേ സമയം ഓഫാക്കി എന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞതെന്നും എന്തൊക്കെ വിവരങ്ങൾ. ഈ 2 പൈലറ്റുമാർക്കും വിമാനം പറത്തി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. കാരണം ഒരാൾ 8600 മണിക്കൂറും മറ്റൊരാൾ 1000-ൽ കൂടുതൽ മണിക്കൂറും ഒക്കെ വിമാനം പറത്തി പരിശീലനം സിദ്ധിച്ച 2 പൈലറ്റുമാരായിരുന്നു. ഈ മാത്രമല്ല, ഇവരൊരു ഫ്ലൈ കഴിഞ്ഞ് വരുന്നതാണ്. കാരണം ഡൽഹിയിൽ നിന്നും ഒരു ഫ്ലൈ കഴിഞ്ഞിട്ട് വരുന്നതാണ് അഹമ്മദാബാദിലേക്ക്. അപ്പോൾ അതിനുശേഷം അടുത്തൊരു ടേക്ക് ഓഫിന് മുന്നേ ഇവർക്ക് വേണ്ടത്ര വിശ്രമ സമയവും ഒക്കെ ലഭിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇവർ ചെക്ക് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണോ ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്? അങ്ങനെയാണോ? അങ്ങനെ
ഒരു പരാമർശമൊക്കെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ക്രോഡീകരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? സേതു, അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. അതിന് നമ്മൾ കൃത്യമായ ഡേറ്റാ ബേസ് അല്ലാതെ മറുപടി പറയുന്നതും അല്ലെങ്കിൽ ഒരു വിശകലനത്തിലേക്ക് പോകുന്നതും തെറ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പക്ഷേ വളരെ നിർണായകമായി സേതു ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാനാവുക 2018 ഈ വിമാനത്തിൻ്റെ ഇന്ധന സോഴ്സുമായി അല്ലെങ്കിൽ ഈ കുതിച്ചുയരാൻ ആവശ്യമായ പവർ നൽകുന്ന സ്വിച്ചുകൾക്ക് തകരാറുണ്ടെന്നൊരു മുന്നറിയിപ്പ് ഈ വിമാനവുമായി ബന്ധപ്പെട്ട ചില അധികൃതർ നൽകിയിരുന്നു. ആ റിപ്പോർട്ടുകളെ അവഗണിച്ചിരുന്നു എന്ന ഒരു വിശകലനം ഇപ്പോൾ പ്രധാനമായും വരുന്നുണ്ട്. അത് മാത്രമാണ് നമുക്കൊരു സ്ഥിരീകരണമായി ഇതുമായി ബന്ധപ്പെട്ട് പറയാനാവുക. അതല്ലാതെ നമുക്കറിയാം ഈ ഫ്ലൈറ്റ് പറത്തുന്നതുമായി ബന്ധപ്പെട്ടും പൈലറ്റുമാരുടെ ജീവിത രീതികൾ തന്നെയും മറ്റൊരു തലത്തിലാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ വിശ്രമ സമയം, അവരുടെ പകലുകൾ, അവരുടെ രാത്രികൾ, ഇതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചൊക്കെ ഒരു കൃത്യമായ വിശദീകരണം നമുക്ക് പറയണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവശ്യമായ ഒരു വിവരം നമുക്ക് പുറത്തു തന്നാലേ മതിയാവും. അതുകൊണ്ടാണ് നേരത്തെ സേതുവിൻ്റെ ചോദ്യത്തിനോട് അങ്ങനെ തന്നെ പറഞ്ഞത്. അതായത് കൃത്യം 1 മാസം പിന്നിടുന്നു, പക്ഷേ നേരത്തെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതാണ്. ഈ റിപ്പോർട്ടും അവർക്ക് നേരത്തെ ലഭിച്ചതാണ്. പക്ഷേ ഇതിന്റെ സൂചനകളും ഇതിന്റെ വിശദാംശങ്ങളും നമുക്ക് ഇപ്പോൾ മാത്രമാണ് പുറത്ത് ലഭിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് സ്വിച്ച് ഓഫ് ചെയ്താണ് അപകട കാരണം എന്ന് പറഞ്ഞത്. അപ്പം ഈ സ്വിച്ച് വീണ്ടും ഓൺ ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നോ, അതോ അങ്ങനെ ഓൺ ചെയ്തതിന് മുൻപ് തന്നെ ഈ ഒരു അപകടം സംഭവിക്കുമായിരുന്നു? അങ്ങനെ റിപ്പോർട്ടിലുണ്ടോ? അതായത് സേതു, ഈ 2 സ്വിച്ചുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു സ്വിച്ച് ഓഫായാൽ മറ്റു സ്വിച്ച് പ്രവർത്തിക്കുന്ന രീതി വിമാനത്തിൻ്റെ ഓട്ടോമാറ്റിക്കായ പല രീതികളും നമുക്കുണ്ട്. അതായത് പലപ്പോഴും നമുക്കറിയാം പ്ലെയിനിൻ്റെ പറക്കലിൽ പൈലറ്റുമാരുടെ നിയന്ത്രണം, അതിനോടൊപ്പം ഓട്ടോമാറ്റിക്കായി സിസ്റ്റംസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും വിമാനത്തിൽ. ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു യാന്ത്രിക പ്രവർത്തനങ്ങളാണ് എയ്റോപ്ലെയിനിലൊക്കെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്വിച്ച് ഓഫാകുന്നു, അതിനോടനുബന്ധിച്ച് മറ്റേ സ്വിച്ചും ഓഫാകുന്നു എന്ന് പറയുന്നതിൽ വളരെ തീർത്തും അസ്വാഭാവികതയുണ്ട്. പക്ഷേ ആ അസ്വാഭാവികതയോട് കൂട്ടിച്ചേർത്തിട്ടാണ് അട്ടിമറി സാധ്യതകളുണ്ടോ എന്ന ചോദ്യം വരുന്നത്. പക്ഷേ അട്ടിമറി സാധ്യതകൾ ഒന്നുമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നതിൻ്റെ ഒരു ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാലാവസ്ഥ പ്രതികൂലമാകണം, അല്ലെങ്കിൽ പക്ഷി തട്ടിയതാകണം, ഇതൊക്കെ ചോദ്യങ്ങളായി മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇത് മാത്രമാണ് കാരണമെന്ന് പറയുന്നതിൽ ഒരു ദുരൂഹത ബാക്കിയുണ്ട് സേതു. അതുകൊണ്ടാണ് സേതു ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു തോന്നുന്നു. അതായത് ഒരു സ്വിച്ച് ഓഫാകുന്നു, അതിൻ്റെ കാരണമാണ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നത്. പക്ഷേ 2 സ്വിച്ചുകളും ഓഫാകുന്നു, രണ്ടുപേരും അത് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന ചില സൂചനകൾ കൂടി അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലെല്ലാം നഷ്ടമായി കഴിഞ്ഞിരുന്നു. നമുക്കറിയാം ഇത് 32 സെക്കൻഡ് എന്ന് പറയുന്നത് റൺവേയിൽ നിന്ന് വിമാനം മുകളിലേക്ക് കുതിച്ചു കഴിഞ്ഞു. അത്രയും വലിയ ശക്തിയിലാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. വീണ്ടും കുതിച്ച് മുകളിലേക്ക് പോകാനുള്ള എനർജി നൽകിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനുകളാണ് പെട്ടെന്ന് ഓഫാകുന്നത്. പിന്നെ സ്വാഭാവികം നമുക്കറിയാം രാജ്യം കണ്ട വൻ ദുരന്തമാണ് പിന്നെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ പുറത്തു വന്ന ഈ വിശകലനങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ പ്രാഥമികമായ വിവരങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ആധികാരികമായ വിശകലനം നടത്തുക എളുപ്പമല്ല. ഒരു വിശദമായ അന്വേഷണം കൂടി വേണ്ടി വരും അല്ലേ? തീർച്ചയായും ഈ പ്രാഥമികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അട്ടിമറി സാധ്യതകൾ ഇല്ല എന്ന് പറയുമ്പോഴും കാലാവസ്ഥ പ്രതികൂലമല്ലായിരുന്നു എന്ന് പറയുമ്പോഴും പക്ഷികൾ തട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഒക്കെ എന്തുകൊണ്ടാണ് ഈ 2 സ്വിച്ചും ഒരേ സമയം ഓഫായത്? നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ 2018 ഈ വിമാനവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു മുന്നറിയിപ്പ്, ഈ ഇന്ധന ഊർജ്ജം നൽകുന്നതുമായി ബന്ധപ്പെട്ട സ്വിച്ചുകൾക്ക് പ്രശ്നമുണ്ട് എന്ന മുന്നറിയിപ്പ് അവഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ചോദ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിലുള്ളത് അട്ടിമറി സാധ്യതകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം വരണമെങ്കിൽ കൃത്യമായ ഒരു പഠനം ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ ബേസിൽ നടക്കേണ്ടതുണ്ട് സേതു. ഓക്കെ ആനന്ദ്, ശരി. അപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിമാന അപകടം നടന്ന് 1 മാസം, ഇന്ന് കൃത്യം 1 മാസമാവുകയാണ്. ആ ഘട്ടത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ആനന്ദ് മോഹൻ.